അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് ചൊല്ലുടെ. നിന്റെ ഔത്തുലും ബർക്കത്തുണ്ടാവുടോ, നിന്റെ ഔത്തുലും നെമ്മതി ഉണ്ടാവുടോ, നിന്റെ ഔത്തുലും സീക്ക് സങ്കട ഇല്ലാണ്ടാവുടോ. നന്റെ നീ സ്മരിക്കണോ മുസ്ലിമേ, നന്റെ എപ്പ നീ തിരിഞ്ഞു കളയിട, നന്റെ തൊട്ട് എപ്പ നീ മുഖതിരിക്കിട, പിന്നെ നിക്ക് സമാധാനമില്ല. ദുനിയാവില മാത്രമല്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. നാല് മനുഷ്യന്മാര്, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറാ ലോകമുണ്ടല്ല. ആദം നബി അലൈഹിസ്സലാമിടെ പിടിച്ചിട്ട് ഖിയാമത്ത് നാൾ വരേക്കും പണ്ട് എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ലോകമുണ്ടല്ല, മഹ്ശറാ ലോകമുണ്ടല്ല. ആ ലോകത്തുക ഈ അറസ്ഥാന ജമാഅത്തിൽപ്പെട്ട ഒരാള് കടന്നു വണ്ട് സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യക്ക് കണ്ണ് കാണുന്നില്ല, അന്ധനായിട്ട് കണ്ണ് കാണാത്ത കുരുടനായിട്ട് ഒരാള് റബ്ബുടെ മഹ്ശറാ ലോകത്തേക്ക് കടന്നു വണ്ട്. എന്നിട്ട് അല്ലാഹു ഒരൊട്ടിക ഉണു കേക്കിട, ഖാല റബ്ബി ലിമ ഹശറുതനി അഅ്മാ വഖദ് കുന്തു ബസീറാ. ജമാഅത്തിൽപ്പെട്ട ഒരാളാണ്, ഒരു മുഹമ്മദിൻ പേരുള്ള ഒരാളാണ്, കണ്ണ് കാണ്ട ആളാണ്, ചന്തത്തില് കണ്ണ് കണ്ടോണ്ടിരുന്ന ആളാണ്. പക്ഷേ നാല് മഹ്ശറാ ലോകത്ത് കണ്ണ് കാണാത്ത അന്ധനായിട്ടാണ് കടന്നു വണ്ട്. അല്ലാഹുറട്ടവണു കേക്കിട, റബ്ബി ലിമ ഹശറുതനി അഅ്മാ വഖദ് കുന്തു ബസീറാ. എനക്ക് കണ്ണ് കണ്ടോണ്ടിന്തല്ല, എന്റെ കണ്ണുകൊരു പ്രോബ്ലമും ഇല്ലെന്തല്ല, ഞാന് ചന്തത്തില് കണ്ണ് കണ്ടോണ്ടിന്ന ആളല്ലേ. എന്റെ റബ്ബേ, ഈ മഹ്ശറാ ലോകത്തില് എന്റെ കണ്ണ് കാണാണ്ടാവുകില്ല. കാരണമെന്താണ്? ഒരു അന്ധനായിട്ട് ഒരു കുരുടനായിട്ട് നന്റെ കൂടെ ഒരുമിച്ച് കൂട്ടുകില്ല. കാരണമെന്താ? നങ്ങ പോയിട്ട് റബ്ബറുടെ കേൾക്കട്ടെ, എന്തേ നിന്റെ കണ്ണ് കാണാണ്ടായേ? ചന്തത്തില് നോക്കിക്കൊണ്ടിരുന്ന ആളല്ലേ, നിന്റെ കണ്ണിടെ കാഴ്ച ശക്തി നഷ്ടപ്പെടുകില്ല. കാരണം എന്താ? അല്ല ചൊല്ലുടെ മനുഷ്യ, ഒക്കോ നിക്ക് കണ്ണ് കണ്ടോണ്ടിന്ത, പക്ഷേ അതത് കായാതുനാ ഫനസീതഹാ. ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ നിൽക്കുന്നാണ് കടത്തിയിട്ടിന്നല്ല, നിന്റെ ഒരുപാട് ആയാത്തുകളെ നിൽക്കുന്നാണ് കടത്തിയിട്ടിന്നല്ല. പക്ഷെ ആ ദൃഷ്ടാന്തങ്ങളെല്ലാം നീ മറന്ന് കളഞ്ഞത് കൊണ്ടാ. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് ഇന്റെ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട. കൊറോണ ഏറ്റവും വലിയ ആയത്തല്ലേ, കൊറോണ ദുനിയാവ് കൊടുത്ത ഏറ്റവും വലിയ പാഠമല്ലേ. ലോകത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായില്ല. തുർക്കിയിലും അതുപോലെ റഷ്യത്തിലും ലോകത്തെ പല ഭാഗങ്ങളിലും ഒരുപാട് ഭൂകമ്പങ്ങൾ, ഭൂചലനങ്ങൾ ഉണ്ടായില്ല. വമാ നുർസിലു ബിആയാതിന ഇല്ലാ തഖ്വീഫാ. ഒരേ ഒരു ദൃഷ്ടാന്തത്തെ ഞങ്ങൾ കടത്തില്ല. ആളുമാരെ പേടിപ്പാട്ടുക വേണായിട്ടല്ല, പേടിക്കുക വേനായിട്ടാണ് അല്ലാഹു തആല ദൃഷ്ടാന്തം കടത്തര്. കൊറോണ തള്ള കടത്തര് ഞങ്ങളെ പേടിപ്പാട്ടുക വേനായിട്ടാണ്. ഞങ്ങൾ ആരെ പേടിച്ച്? ഞങ്ങൾ കൊറോണത്തെ പേടിച്ചില്ല, ഞങ്ങൾ പേടിച്ചില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഔത്രോൾക്ക ബായിലിട്ട് തെച്ച പോലീസ് ഗാഡി പറവന്തില്ല, പേടിച്ചു ഓടല്. ഇനി ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കട പാലക്കാരാണെങ്കിലും ദുനിയാവ് വിട്ട് ഓടക തുടങ്ങിയാറ്. ഏതാ അണ്ടമാന നിക്കോബാറിൽ പോയിട്ട് ടിക്കാക്കിട്ട് ചുട്ടു തിണ്ടോയി ഞങ്ങൾ പോലും പോലീസിലാണ് കാണുമ്പോ ഓടക തുടങ്ങിയാറ്. അല്ലടെ പേടിയില്ല നമുക്ക്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പേടിച്ചണങ്ങാം, ഗവൺമെന്റ് പേടിച്ചണങ്ങ. അല്ല ചൊല്ലുട ഏതൊരു ദൃഷ്ടാന്തത്തെയും നാ കടത്തരെ ഒന്ന് പേടിക്കുക വേനായിട്ടാണ്. ആ പേടി നിങ്ങളെ കൽബിലുണ്ടാവണോ? ആ പേടി ഉണ്ടാവത്തുകെ നിങ്ങൾക്ക് നിസ്കരിക്കുക മനസ്സാവിടെ. അതാണ് അല്ല ചൊല്ലുടെ നിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിൽക്കുന്നാണ് കടത്തിയ ഫനസീതഹ. നീ അതെല്ലാം മറന്നു കളഞ്ഞ, നീ
എനിക്കതൊന്നും വലിയ വിഷയായില്ല. അതുകൊണ്ട് കദാലിക അതത്ക ആയാതുനാ ഫനസീതഹ വകദാലികൽ യൗമ തുൻസാ. നന്റെ നീന മറന്നതുപോലെ, നന്റെ നീന തിരിഞ്ഞു കളഞ്ഞതുപോലെ ഇണ്ടത്തെ നാളും നിന്റെ നാണ് മറന്നു കളഞ്ഞിര മനുഷ്യ. നിന്റെയും നക്ക് പരിചയമില്ല, നിന്റെയും നക്കിന്റെ ഗുരുത്വമില്ല. നിസ്കാരത്തെ കൈവിട്ട കാരണം കൊണ്ടാണ് നിന്റെ ബിരുസത്തെ പാലക്കാർ മനസ്സിലാക്കണോ. അല്ലാഹുടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പത്തുകോ അത് ഏത് സമയമാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് വെള്ളിയാസര ജുമഅയുണ്ടല്ല, വെള്ളിയാസര നിസ്കാരമുണ്ടല്ല മുഅ്മിനീങ്ങളെ. എന്റെ വെള്ളിയാസ വലിയ വിഷയമേ അല്ല. കൊറോണ വന്ന സന്ദർഭത്തിൽ എത്ര ആളുമാറുകാണ് വെള്ളിയാസര ജുമഅ നഷ്ടപ്പെട്ടതിൽ ബേജാറായി പോയേ. ഞങ്ങൾ എല്ലാരും ബേജാറായില്ലേ? ഞങ്ങളെ കൽബില് വല്ലാത്ത ബേജാറല്ലേ? വെള്ളിയാസര ജുമഅയില്ലല്ലേ? അല്ലാഹുടെ പള്ളി ബന്ധായി പോയില്ലേ? എങ്ങനെയാണ് എന്നെ പള്ളിക്ക് പോണ്ടേ? ചൊന്നിട്ട് മനസ്സിലെ ബേജാറുള്ള പാലക്കാരകും അല്ലാഹുടെ പള്ളി തുറന്നു വെച്ചിട്ടും തിരിഞ്ഞു നോക്കുകുള്ള സമയമില്ല. പ്രത്യേകിച്ചിട്ട് വെള്ളിയാസരണ്ട് പോലും അല്ലാഹുടെ പള്ളിക്ക് പത്തുകുല്ല മനസ്സില്ല. എന്താണ് മുസ്ലിമേ വെള്ളിയാസര മഹത്വം എന്ത്? ഒന്ന് മനസ്സിലാക്കി നോക്കിയെങ്കിലാ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലടോ, ഖൈറു യൗമിന ത്വലഅത് ഫീഹി ശംസു യൗമിൽ ജുമുഅ. അല്ലാഹുടെ ആകാശത്തിൽ സൂര്യൻ ഉദിക്കണ നാളുകളിൽ വെച്ചിട്ട് അല്ലാഹുടെ സൂര്യൻ എപ്പോഴെല്ലാം പ്രത്യക്ഷപ്പെടുക ആ എല്ലാ നാളുകളിൽ വെച്ചിട്ട് ഏറ്റവും ഖൈറായ ഒരു നാളിന്നെങ്കിൽ അത് യൗമുൽ ജുമുഅയാണ്. ഇട്ട് കഴിഞ്ഞു പോയ വെള്ളിയാസയാണ്. അല്ലാഹുവിന്റെ റസൂൽ കാരണം ചൊല്ല, ഫീഹി ഖുലിക ആദം അലൈഹിസ്സലാം. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമയുടെ അല്ലാഹു തആല സൃഷ്ടിച്ച വെള്ളിയാസരണ്ടായിട്ടിക്കട. മാത്രമല്ല വഫീഹി ഉദ്ഖിലൽ ജന്ന. വെള്ളിയാസരണ്ടാണ് ആദം നബി അലൈഹിസ്സലാമയുടെ സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തേക്ക് കടത്തപ്പെടറ. മാത്രമല്ല വഫീഹി ഉഖ്രിജ മിൻഹാ. ആ സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമയുടെ അല്ലാഹു തആല ഭൂമി ലോകത്ത് എരിഞ്ഞതും വെള്ളിയാസരണ്ടാണ്. തീന്നില്ല. വലാ തഖൂമുസ് സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. ഒരു വെള്ളിയാസരണ്ടല്ലാണ്ട്, ഒരു വെള്ളിയാസര സുപ്രഭാതത്തിലല്ലാണ്ട് ഖിയാമത്ത് നാള് സംഭവിക്കില്ല. ആരാണിത് പ്രതിപാദിക്കട? ആരാണിത് വിശദീകരിക്കട? ഹബീബായ റസൂലുള്ളാഹ്. വെള്ളിയാസര മഹത്വം സാധാരണ മഹത്വമല്ല. മുക്രിക്ക പാലെടുക്കട സന്ദർഭത്തില തന്റെ കയ്യിലൊരു കത്തി പിടിച്ചിട്ടൊരു മആശറ ബിലിക്കില്ല. എന്താണ് ആ മആശറ ബിലിൽ ചൊല്ലട? അൽ ജുമുഅതു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീന വഈദുൽ മുഅ്മിനീന. പാവപ്പെട്ട ആളുമാറുകുല്ല ഹജ്ജല്ലേ ജുമുഅ. മിസ്കീനുമാരായ ആളുമാറുകുല്ല ഹജ്ജല്ലേ ജുമുഅ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പെരുന്നാളാണ് ജുമുഅ ചൊന്നെങ്കിൽ ആ ജുമുഅ ചൊല്ലത് സാധാരണ നാളല്ല. അറസ്ഥാന പള്ളിയില് ഈ പള്ളിയുടെ സഭാംഗണത്തുക ഒരു വെള്ളിയാസര സുപ്രഭാതത്തില് അല്ലാടെ രണ്ട് മലക്കങ്ങളെ ഇറങ്ങി ബണ്ടാറ്. നിങ്ങളറായത്ത പള്ളിക്കും രണ്ട് മലക്കങ്ങയുണ്ട് വന്നിട്ടിന്നാറ്. എന്താണങ്ങ വന്നിട്ടാകട സ്വർഗന്തുണ്ടാ നിങ്ങളറായത്ത പള്ളിയുടെ ആ ദാറന്തത്തവിടെ ആ ബായില്ല ബാജാകല രണ്ട് മലക്കങ്ങ കാത്തു ദൈക്കിടറ. എന്തുക ബാപ്പാ ആ രണ്ട് മലക്കങ്ങ അല്ല കൊടുത്ത ഡ്യൂട്ടി എന്താണ്? ആരാണ് പള്ളിക ആദ്യമായിട്ട് കടന്നു വേണ്ട? ആരാണ് ഈ
പള്ളിക ആദ്യമായിട്ട് കാല് വെക്കട അങ്ങ് ഓരോന്നായിട്ട് കൊടുത്ത സ്വതകയുടെ കൂലി കൊടുക്കെന്തി വയ്ക്കിടാറ്. ഒട്ടകം അറുത്തു കൊടുത്ത കൂലിയാണ്, ആടറുത്തു കൊടുത്ത കൂലിയാണ്, പയ്യറുത്തു കൊടുത്ത കൂലിയാണ്, കോലി അറുത്തു കൊടുത്ത കൂലിയാണ്, കോലിയുടെ മുട്ട കൊടുത്ത കൂലിയാണ്. ഇങ്ങനെ എല്ലാ കൂലിയും എടുത്തെറിഞ്ഞു വെക്കിടാറ്. അവസാനമായിട്ട് മുഅദ്ദിൻ ഉസ്താദ്, നിങ്ങളെ റായത്തെ മുക്രിക്കവുണ്ടല്ല, നിങ്ങളെ റായത്തെ ചെറിയ ഉസ്താദുണ്ടല്ല, അയലാ മിഹ്റാബുക പത്തിട്ട് ബാങ്കെന്ന് വിളിച്ചാൽ അങ്ങനെ കയ്യിലുള്ള കിതാബ് മടക്കിട്ട് അങ്ങ് അതാ നിങ്ങളെ റായത്തെ പള്ളിയുടെ ഉൾക കടന്ന് ഭണ്ഡാര പ്രവേശിക്കിടാറ്. എന്നിട്ടങ്ങ് ഖുതുബ ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക തുടങ്ങിടാറ്. പക്ഷേ അങ്ങ് ആ ബാങ്ക് വരേക്കും കാത്തിട്ടും ഒരു സഫ് പോലും ഞങ്ങളെ റായത്തില് പരിപൂർണമാവുന്നില്ല. എപ്പോഴാണ് ഞങ്ങളെ പള്ളിക കടന്ന് പണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുത്തിട്ടോ ബാലെടുത്തിട്ട് ഖതീബ് ഉസ്താദ് മിമ്പറുക പത്തിട്ട ഖുതുബ തീരുമ്പത്തുകല്ലേ ഞങ്ങ പള്ളിക കിടക്കിട. ഞങ്ങ ജുമുഅ നിസ്കരിച്ച കൂലി കിട്ടിയെങ്കിലും ആ ഖുതുബ കേട്ടതിര പ്രതിഫലം, ആ പള്ളിക വന്ന പ്രതിഫലം ഒരാളുകുമില്ല. മലക്കുകള് ജുമുഅ കലിയലോടുകൂടെ അല്ലാഹുവിന്റെ ദർബാറിൽ കൊണ്ടുപോയിട്ട് ഈ കിതാബൊന്ന് തുറന്ന് വയ്ക്കുമ്പത്തുക സുബ്ഹാനല്ലാഹ്, അറസ്ഥാന ജമാഅത്തിൽപ്പെട്ട ഒരാളും ഒട്ടകം മറുത്ത കൂലിയില്ല, ആടറുത്ത കൂലിയില്ല, പയ്യറുത്തു കൊടുത്ത കൂലിയില്ല. കാരണം എല്ലാരും കടന്നു വന്നത്, എല്ലാരും പള്ളിക പ്രവേശിച്ചത് മുഅദ്ദിന്റെ ബാങ്ക് കേട്ടല് പിന്നെയാണ്. എന്താണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചൊന്ന ബലക്ക മോനെ, ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. കൊറോണ വന്നിട്ട് ഗവൺമെന്റ് ചൊന്നില്ല പള്ളി തുറക്കുക തീരാ, പള്ളി ബന്ധാക്കണോ, പള്ളി ഓടയും ഓപ്പണാക്കി വയ്ക്കുക തീരാ ചൊല്ലുമ്പത്തുക ആ ഗവൺമെന്റ് എല്ലാ നിയമാവലിയും ഞങ്ങ പാലിച്ചില്ല. അത് ഞങ്ങളെ ബാധകമല്ല. എന്നാൽ 1400 വർഷത്തുക മുന്നല്ലോ ലോകത്തെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളക ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്തവർ ആയത്താണ് ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാസര ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിന്നെ നീ കച്ചവടത്തിന് നിക്കണ്ട. വദറുൽ ബൈഅ. എത്ര വലിയ കച്ചവടമാണെങ്കിലും എത്ര വലിയ ബിസിനസ് ആണെങ്കിലും വെള്ളിയാസര ബാങ്ക് വിളിച്ചല് പിന്നെ നിന്റെ കച്ചവടം നീ നടത്തണ്ട. ഒരു ഗവൺമെന്റ് ആ നിയമാവലിക്ക് നിങ്ങൾ പാലനാക്കിടാണ്ട് കണ്ടെങ്കിൽ എന്തേ മുസ്ലിമേ, അല്ലാഹുടെ നിയമങ്ങള് അല്ലാഹുടെ കൽപ്പനകള് ഞങ്ങളെ ജീവിതത്തില് പാലിക്കുക തീരാ. എന്തേ ഞങ്ങളെ ജീവിതത്തില് ആ നിയമങ്ങള് കൊണ്ടു നടക്കുക സാധ്യമാകുന്നില്ല. എത്ര ആളാണ് ജുമാഅത്തെ ബാങ്ക് വിളിക്കട സന്ദർഭത്തില് പള്ളിക പണ്ട് ಊಡ್ತ ಅವಸ್ಥೆ ಅಂದ್ರೆ ಏನು ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಸಾಧಾರಣ എല്ലാ പള്ളിയിലും ജുമുഅത്തിಗೆ ഖുത്ബ ഓതുന്ന സന്ദർഭത്തിൽ 2 സ്വഫ് 3 സ്വഫ് മാത്രമാണ്.
ജുമുഅത്ത് ആ ഖുത്ബ ഓതിട്ട് ദ്വാരക്കട സന്ദർഭത്തിലാണ് ഞങ്ങളെ പള്ളി വന്നു നൊറുടിയാവുക തുടങ്ങടെ. അങ്ങനെ ഖതീബ് ഉസ്താദ് ഒന്നാമത്തെ സലാം വീട്ടിട്ട് രണ്ടാമത്തെ സലാം വീട്ടുമ്പത്തുകു ആ തുടങ്ങുമ്പത്തുകു എത്ര ആലുമാറിന്നറ ആ ആലുമാറ് സംഖ്യ മാത്രമേ ഞങ്ങളെ റായത്തെ പള്ളിയില് കണ്ടോണ്ടില്ലേ. കാരണം അല്ലാഹുടെ പള്ളിയുടെ കുറിച്ച് ഞങ്ങൾ ഓർത്തില്ല. ബല്യാസര മഹത്വം ഞങ്ങൾക്ക് വേണ്ട. അല്ലാഹുടെ പള്ളിയിലെ മഹത്വം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്താ ബല്യാസര മഹത്വം? സ്വഹാബത്തെല്ലാം ബല്യാസ 4000 കണ്ടെങ്കിൽ ഒരു ബല്യാസ പുറന്നിട്ടുണ്ട് കണ്ടെങ്കിൽ ബല്യാസയുടെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ സ്വഹാബത്ത് തിക്കും തിറക്കാൻ സ്വഹാബത്ത് വല്ലാത്ത ഗടിപിടിയാണ്. കച്ചവടം നടത്തുകല്ല, ബിസിനസ്സുകല്ല, അല്ലാഹുടെ പരിശുദ്ധമായ പള്ളിക്ക് ഓടുറ വിഷയത്തില് സ്വഹാബത്ര ഇടയിൽ തർക്കമാ. നങ്കെന്ത്ര തർക്ക? നങ്ക് പള്ളിയുടെ കഴിഞ്ഞിട്ട് ഓടുമ്പത്ത് കടിപിടി അല്ലേ? സ്വഹാബത്ത് അങ്ങനെയല്ല. അങ്ങ് പല്ലികവന്റെ വിഷയത്തിലാണ് ഭയങ്കര കടിപിടി. ഞങ്ങക്ക് പല്ലിയുടെ എപ്പവർക്ക് വേഗം ഓടില്ലാണ്ട് അങ്ങനല്ലേ? അങ്ങനെ ആവുക തീര മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ എങ്ങനാവണം? സ്വഹാബത്തല്ലേ നിങ്ങൾക്ക് മാതൃക? ഹബീബായ റസൂലുള്ളാഹി തങ്ങളല്ലേ നിങ്ങൾക്ക് മാതൃക? അല്ലാഹുവിന്റെ റസൂൽ ചൊന്നതുപോലെ ഇസ്ലാം തുടങ്ങുമ്പത്തേക്ക് എങ്ങനെ ഇസ്ലാമോടേക്ക് മടങ്ങിപ്പോവൂ. റസൂലുള്ളാഹി തങ്ങള് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൊണ്ടുവരുമ്പത്തേക്ക് ഇസ്ലാം എങ്ങനെ അതേ ജാഗ ഇസ്ലാമിന്റെ മടങ്ങി പോയോണ്ടുണ്ടോ? മുസ്ലിമുൻ ചൊല്ലെ പേരും വെച്ചിട്ട് എല്ലാ അനാചാരത്തെ, എല്ലാ ആക്രമണത്തെയും, എല്ലാ വേണ്ടാത്ത പ്രവർത്തനത്തെ പിറകിലും ഞങ്ങളെ മുസ്ലിം ബാലക്കാരെയാണ് ഇന്ന് കണ്ടോണ്ടുള്ളേ. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരിമാരായ പെണ്ണുങ്ങളെയും ഉണ്ട് കണ്ടോണ്ടുണ്ടോ? എല്ലാത്തും മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളെ കൈകടത്താത്ത ഒരു മേഖലയുമില്ല. എല്ലാത്തിലും മുസ്ലിമീങ്ങളെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടുണ്ട്. എല്ലാ ഹറാമിയത്തും കൂട്ടുനിക്കട ഞങ്ങളെ പാലക്കാരാണ്, ഞങ്ങളെ മുസ്ലിമീങ്ങളാണ്. അല്ലാഹു തആല നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇസ്ലാമിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ പിരിസത്തെ മോമിനിങ്ങളെ ഒരിക്കലും ഒരു കാരണവശാലും നിസ്കാരം ചൊല്ല മഹത്വമേറിയ കാര്യം ഞങ്ങൾ വിട്ടുവിടുക തീരാം. ഈ കാര്യം നിങ്ങളിട്ടിಗೆ സൂചിപ്പിച്ചിരയില്ലേണ്ട നക്ക് ഒന്നില്ല. നക്ക് മൊത്തത്തിൽ നക്ക് സൂചിപ്പിച്ച പോലായോണ്ടുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുടെ ഒരു ചരിത്രം നിങ്ങളുടെ ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത അന്ധനായ ആളാണ്. കണ്ണ് കാണ്ടില്ല. ആ സ്വഹാബി വന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂലോട് ചൊല്ലി, യാ റസൂലല്ലാഹ് ലൈസ ലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്. നബിയേ, നന്റെ പള്ളിക്ക് വിളിച്ചോണ്ട് ബണ്ടെങ്കിത്തെ സഹായി ആറും നണ്ടിട്ടികയില്ല. നക്ക് അല്ലാഹുടെ പള്ളിക്ക് പിറകു നല്ലോണം മനസ്സുണ്ട് നബിയെ, പക്ഷെ പള്ളിക്ക് പിറകു നക്കാവില്ല, കണ്ണ് കാണ്ടില്ല. ഇനി നന്റെ കൈ പിടിച്ചോണ്ട് ബണ്ടെങ്കിത്തെ ഒരാളും നക്കില്ല നബിയെ, ഞാൻ ഔത്രദിച്ച് നിസ്കരിക്കട്ട. ആര്? റസൂലുള്ളാഹി തങ്ങളുടെ അന്ധനായ ഒരാള് വന്നിട്ട് കേക്കടെ, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, ഓക്കെ നിങ്ങക്ക് കണ്ണ് കാണ്ടില്ലല്ലേ, നിങ്ങൾ നിസ്കരിക്കറൗത്തലോ. ആ ആള് തിരിച്ചു പോണ്ട് തെല്ല് നേറായിട്ടാകുമ്പത്തുകോ അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയുടെ ബലിപ്പാട്ട്, അയാളെ ബലിപ്പാട്ട് ബറകു ചൊല്ലുടോ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അന്ധനായ, കണ്ണ് കാണാത്ത, കുരുടനായ, കണ്ണുക്ക് കാഴ്ച ശക്തിയില്ലാത്ത ആള് അല്ലാഹുവിന്റെ റസൂൽ ഹദറത്തേക്ക് കടന്നു വന്നപ്പാ അല്ലാഹുവിന്റെ റസൂൽ കേക്കടയാ, അബ്ദുല്ലാഹ് ഹൽ തസ്മഉൻ നിദാ. പള്ളിയിൽ നിന്നിട്ട് ബാങ്ക് കേക്കട, അബ്ദുല്ലാഹ് നഅം യാ റസൂലല്ലാഹ്. അതേ നബിയേ, ഈ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് നിണ്ടൗത്തുകു കേക്കട നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ, ഫഅജിബിൻ നിദാ. എന്നാൽ
നിങ്ങൾക്ക് കണ്ണ് കാണ്ടില്ലാണ്ട് കണ്ടെങ്കിൽ പോലും ആ ബാങ്ക് നിങ്ങൾ പള്ളിയിൽ വന്ന് ഉത്തരം ചെയ്യണോ അബ്ദല്ലാ. നിങ്ങൾ ഔത്തുൽ നിസ്കരിച്ചെങ്കിൽ മെയ്യാവല, നിങ്ങളെ നിസ്കാരം ഔത്തുൽ നിർവഹിച്ചെങ്കിൽ മെയ്യാവല. കണ്ണ് കണ്ടില്ലാണ്ട് കണ്ടെങ്കിൽ പോലും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നിട്ട് ബാങ്ക് കേൾക്കട കാരണം കൊണ്ട് നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കണോ അബ്ദല്ലാ. അല്ലാഹുവിന്റെ റസൂലെ കൽപ്പനയാ. കണ്ണ് കാണാത്ത ആളുകൾ പോലും അല്ലാഹുവിന്റെ റസൂൽ ഔത്തുൽ നിസ്കരിക്കുക റുഖ്സ കൊടുത്തില്ല. ഞങ്ങൾ ഔത്തുകയ്യ എത്ര പള്ളിയുടെ ബാങ്ക് കേൾക്കട്, എത്ര പള്ളിയുടെ ബാങ്കാണ്, എത്ര പള്ളിയിൽ നിന്നാണ് നിങ്ങൾ ഔത്തുക ബാങ്ക് കേൾക്കട്. പക്ഷേ പള്ളിക്ക് പിറകു നിങ്ങൾക്ക് ടൈമില്ല. അള്ളാഹുടെ പള്ളിക്ക് തിരിഞ്ഞു നോക്കുക സമയമില്ല നിങ്ങൾക്ക്. അങ്ങനെ ആവുക തീരാ മുഅ്മിനീങ്ങളെ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസഘട്ടത്തിലും ഞങ്ങൾ ഓർക്കനായ നിസ്കാരമാണ്. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരില്, അല്ലാഹുവിന്റെ റസൂലെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരില് ഖുബൈബ് തങ്ങളെ തൂക്കുമറത്തുക കൊണ്ടുപോയിട്ട് മക്കത്തെ കുഫാരിങ്ങളെ ആ നേണുകമ്പത്തുക കൊണ്ടുപോയിട്ട് കളത്തുക ബല്ലിട്ടിട്ട് ബലിക്കട സന്ദർഭത്തില അവസാനത്തെ ആശയതാണ്. നിങ്ങൾക്ക് അവസാനമായിട്ടുള്ള നിങ്ങളെ മനസ്സിലെ പൂതി എന്താണ്? നിങ്ങളെ അവസാനത്തെ ആശയതാണ്. എന്താ ആശയെന്നെങ്കും ഞങ്ങൾ നിറവേറ്റുക തയ്യാറാണ്. ഞങ്ങത് പൂർത്തിയാക്കുക നിങ്ങൾക്ക് അവസരം വെച്ചിതണ്ട. നിങ്ങളെ ആശയം എന്തെങ്കിലും ചൊല്ലുമ്പത്തുക ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ അവസാന നിമിഷത്തിൽ പോലും ചൊന്ന ഒരേ ഒരു പലക ജണ്ടറകാത്ത നിസ്കാരത്തുക നിനക്ക് സമയം ഒരുക്കി തരണോ. നിന്റെ പെഞ്ഞായി മക്കളെ കാട്ടറുണ്ടല്ല, നിന്റെ ഉമ്മപ്പട മുട്ട വിളിച്ച പോരുണ്ടല്ല, നിന്റെ കുടുംബത്തങ്ങളൊക്കെ നിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നിപ്പാട്ടറുണ്ടല്ല. അല്ലാഹുവിനായിട്ട് ഒരു ജണ്ടറകാത്ത് നിസ്കരിക്കുക അവസരം തന്നാൽ പിന്നെ ഖുബൈബ് വേറെ ഒരു ആശയുമില്ല. രണ്ടരക്കാത്ത് നിസ്കരിച്ച ഖുബൈബ് റളിയല്ലാഹു അൻഹു റൊട്ടിಗೆ പിന്നെയും കുഫാരികൾ കേക്കടറ ഖുബൈബ് ഇനി എന്തെങ്കിലും ജീവിതത്തിൽ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ആശകളുണ്ടാ ആ സന്ദർഭത്തിലും മരണത്തെ ആ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലും ഖുബൈബ് തങ്ങൾ ചൊന്നേ രണ്ടരക്കാത്ത് നിസ്കാരമാ വേണ്ട. നിസ്കാരത്തെ മഹത്വം മാത്രം മനസ്സിലാക്കിയെങ്കിൽ ഒരാൾക്ക് നിസ്കാരത്തെ ആ ഹലാവത്ത് മാധുര്യം, നിങ്ങൾക്ക് എന്ത് മാധുര്യമാ, നിങ്ങൾക്ക് നിസ്കാരത്തിൽ എന്ത് ഇഷ്ടമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നുല്ലേ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അല്ലാഹുവിനായിട്ട് നിസ്കരിക്കലാണ്. ഞങ്ങളുടെ കേട്ടെങ്കിൽ ഞങ്ങൾ എന്തൊരു ചൊല്ലുവാ, നിനക്കെന്തല്ല നല്ല ഇഷ്ട, നിനക്ക് ഓടി കാറിൽ പോണു, ബെൻസിൽ ചുത്തണു, പിന്നെ ഡബിൾ തട്ട മാലികയിൽ തയ്ക്കണം. ഞങ്ങളെ ഇഷ്ടം ഇങ്ങനെയാണ്, ഞങ്ങളെ പട്ടി ഇങ്ങനെ നീണ്ടുപോകും. പക്ഷേ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫർള് നിസ്കാരമാണെങ്കിലും സ്വഹാബത്ത് അങ്ങനെയായിട്ടിന്നാറാ. ഒരു നിസ്കാരം കലിഞ്ഞെങ്കിലാ, ളുഹർ നിസ്കാരം കലിഞ്ഞെങ്കിലാ പിന്നെ ഔത്തുക പോണ്ടില്ല. ചില സ്വഹാബത്ത് പള്ളിലെ തെച്ചിട്ടിക്കുവാറ് റസൂലുള്ളാഹി തങ്ങൾ കേൾക്കു, എന്തേ ഔത്തുക പോണ്ടില്ല? ഇല്ല നബിയേ, അസുര നിസ്കാരത്തെ പ്രതീക്ഷിച്ച് വെച്ചതാണ്. ഞങ്ങൾക്ക് അസുര നിസ്കാരത്തെ ഞങ്ങൾ പ്രതീക്ഷിച്ച് വെച്ചാല് മാറാണ്. എന്ന് അസുര നിസ്കരിച്ചെങ്കിലും മഗ്‌രിബിന്റെ പ്രതീക്ഷയാണ്, മഗ്‌രിബ് നിസ്കരിച്ചെങ്കിലും ഇശാ നിസ്കാരത്തെ പ്രതീക്ഷയാണ്. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. ളുഹറുടെ ടൈം ലാസ്റ്റാമത്തുക വേഗ ഉളു എടുക്കുക, വേഗ നാളെ നിസ്കരിക്കുക, അതേ പായില തയ്ക്കുക, ഉളു പോവാത്തത് പോലെ. അസുര ഭാഗാമത്തുക വേഗ അസുര നിസ്കരിച്ചൊല്ലുക. സ്വഹാബത്ത് അങ്ങനെയല്ല,
അവ്വല് വക്തില് നിസ്കരിച്ചെങ്കിലും സ്വഹാബത്തിന്റെ നിസ്കാരം അങ്ങനെയാണ്. ബാങ്ക് എപ്പ അവിടെ അപ്പ നിസ്കരിക്കുവാറ്. അങ്ങ് ബാങ്ക് നിസ്കാരത്തെ തൊട്ട് പിന്തിക്കിട ആളുമാരല്ല. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം തനിക്കുള്ളതായ ഒരു വലിയ ഒരു ഈത്തപ്പല തോട്ടമാണ്. ഒരു നാല് ആ തോട്ടം സന്ദർശനത്തിന് പോയ ഉമർ തങ്ങളാ തിരിച്ച് ബറുമ്പത്തുകാണ് അസുര നിസ്കാരത്തെ ഇമാമ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോണ്ടേ. നിസ്കാരം ഖളാവുടല്ല, നിസ്കാരം ഖളാവുടല്ല. ഉമർ റളിയല്ലാഹു അൻഹു തോട്ടത്തിക്ക് പോയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിക്ക് വരുമ്പോ അസുര നിസ്കാരത്തെ ഇമാമ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിത്താ. ഒരു ഇമാമ ജമാഅത്ത് നഷ്ടപ്പെട്ടത് മാത്രമാണ്. ഉമർ തങ്ങളെ വന്നു നോക്കുമ്പത്തുക അസുര നിസ്കാരം കഴിഞ്ഞു പോയിരാ. സമയം ഒരുപാട് ബാക്കിയുണ്ട്, ഖളായിട്ടില്ല. എന്നാലും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അസുര നിസ്കാരത്തെ ഇമാമ ജമാഅത്ത് നഷ്ടപ്പെടുക കാരണമായ തോട്ടമിന് ഉമർക്ക് ആവശ്യമല്ല. ആ തോട്ടത്തെ സന്ദർശനത്തിന് പോയ കാരണം കൊണ്ടല്ല നിന്റെ അസുര നിസ്കാരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയ എന് ആ തോട്ടം നക്ക് വേണ്ട. അത് പാവങ്ങൾക്ക് സ്വതക്കയാ. എന്ത് ഈമാനാണ് സ്വഹാബത്തിനത്. ഒരു ഇമാമ ജമാഅത്ത് നഷ്ടപ്പെട്ടത് പോയത് മാത്രമാണ്. നിങ്ങൾക്കിന് ഫർള് ഒരു നാളത്തെ ഇടീ ഫർള് നിസ്കാര കളായി പോയിക്കുന്ന വിഷയമേ അല്ലോ അല്ലെ. ഇനി 2 നാൾ കളായിട്ട് വിഷയമല്ല, നിങ്ങൾക്കത് വലിയ പ്രശ്നമാവില്ല. സ്വഹാബത്തുക അവ്വൽ വക്ത് നഷ്ടപ്പെട്ടത് പോലും വലിയ വിഷയമായിട്ട് കരുതിയോണ്ടിരുന്ന സ്വഹാബത്ത്. അത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്ത് കാട്ടിപ്പോയ വലിയ ഒരു ജീവന സന്ദേശമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കേണ്ട വലിയ ഒരു പാഠമാണ്. നിസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കാൻ ചൊല്ലത്. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.